ഹായ് സ്റ്റുഡൻസ്, നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസിൻ്റെ ആദ്യത്തെ ഭാഗം ഫാക്ടർ എന്താണെന്നാണ് പരിചയപ്പെടുത്തി തന്നത്. ഇന്ന് കോമൺ ഫാക്ടർ എന്താണെന്ന് നോക്കാം. കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിന് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറിനെയാണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് that are common to common factors that two numbers have in common. രണ്ട് നമ്പറിന് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറിനെയാണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ടു നമ്പേഴ്സ് ഹാവ് ഇൻ കോമൺ. രണ്ട് നമ്പറിന് കോമൺ ആയി വരുന്ന ഫാക്ടറിനെയാണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു ചെറിയ ഭാഗമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫൈൻഡ് ദ കോമൺ, നമ്മൾ ഇതൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫൈൻഡ് ദ കോമൺ ഫാക്ടേഴ്സ് ഓഫ് 30 and 35. Find the common factors of 30 and 35. 30യുടെ 35ൻ്റെ കോമൺ ഫാക്ടർ ഏതാണെന്നറിയാൻ ആദ്യം 30യുടെ ഫാക്ടർ എടുക്കുക. ഫാക്ടേഴ്സ് ഓഫ് 30യുടെ ഫാക്ടർ ഏതൊക്കെ വരും? 1, 2, 3, 5 അല്ല. 30യുടെ ഫാക്ടർ ഏതാണെന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ കിട്ടും. 30യുടെ ഫാക്ടർ ഏതാണെന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5. അപ്പോൾ 1 എല്ലാ നമ്പറിൻ്റെ ഫാക്ടറാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പം 1, 2, 3, 5 ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് 30. നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് 35 ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് 35ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ 35നെ ഇതുപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. 35 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 5s are. അപ്പോൾ 2 ഫാക്ടറേ ഉള്ളൂ 35ന്. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് 5 ആണ്. അപ്പോൾ കോമൺ ഫാക്ടർ ഈസ് 5. അതായത് 30യുടെയും 35ൻ്റെയും കോമൺ ഫാക്ടർ ഓഫ് 30 and 35. 30യുടെയും 35ൻ്റെയും കോമൺ ഫാക്ടർ 5 എന്ന് വരുന്നത്. അപ്പോൾ ഏതായാലും രണ്ട് നമ്പറിനെ കോമൺ ആയിട്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പർ കൊണ്ടാണോ ആ നമ്പറിനെയാണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു നമ്പറിൻ്റെ രണ്ട് മൂന്ന് നമ്പറിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സാണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾസ് എന്താണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, അറിയാമല്ലോ. അതായത് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനെയാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾസ് ആർ നമ്പേഴ്സ് ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. മൾട്ടിപ്പിൾസ് ആർ ഒബ്റ്റൈൻഡ് ബൈ multiplying a number with another number. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറിനെയാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. വിത്ത് അനദർ നമ്പർ. എ നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് അനദർ നമ്പർ. എക്സാമ്പിൾ 7 into 5 is equal to 35. ഇവിടെ 35നെയാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പറിനെ 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് നമ്പറാണ് കിട്ടുന്നത് അതിനായിരിക്കും മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളാണ് എടുത്തത്. കോമൺ ഫാക്ടർ എന്താണെന്ന് എടുത്തു, മൾട്ടിപ്പിൾസ് എന്താണെന്ന് എടുത്തു. ഇത് രണ്ടും കേട്ടുപിടിക്കുക. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരുന്നാലും നമുക്ക് LCM HCF എന്നൊക്കെയുള്ള ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ ഇനി അടുത്ത് വരുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മൾട്ടിപ്പിൾസ് ഫാക്ടേഴ്സ് വീണ്ടും ഇത് കേട്ട് നിങ്ങൾ പരിശീലിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. പിന്നെ
ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് 1 by 1 ആയിട്ട് കിട്ടും. നവോദയ എൻട്രൻസ് കോച്ചിങ് ചെയ്യുന്നവർക്കും അല്ലാതെ ക്ലാസ്സിൽ സ്കൂളിലെ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഉദ്ദേശിക്കുന്നവർക്കില്ല, മാത്തമാറ്റിക്സ് പിന്നോട്ടുള്ളവർക്കൊക്കെ ഈ ക്ലാസ് പ്രയോജനപ്പെടും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.